സംവിധായകൻ ദീപു കരുണാകരൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടി അനശ്വര രാജൻ. ഇന്ദ്രജിത്തിനെ നായകനാക്കി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉടലെടുത്തത്. ചിത്രത്തെ അനശ്വര ഇൻസ്റ്റഗ്രാം വഴി പ്രൊമോട്ട് ചെയ്തില്ല എന്നതായിരുന്നു ദീപു അനശ്വരയ്ക്കെതിരെ ഉന്നയിച്ച പ്രധാന ആരോപണം. എന്നാൽ ഇതിനു മറുപടിയായി അനശ്വര സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ ഞാൻ പ്രൊമോഷന് സഹകരിക്കുന്നില്ല എന്ന ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രം 2024 ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്തതാണ്. പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പോലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞു മുൻകൈയെടുത്തിറങ്ങിയ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധമായിരുന്നു ശ്രീ ദീപുവിന്റെ കാശണ്ണി കൊടുത്തിട്ടാണ് എന്ന പരാമർശം. അദ്ദേഹത്തെ പോലെ തന്നെ സിനിമ തൊഴിലാക്കി എന്നെ ഇത് പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വേദനിപ്പിച്ചു. ക്യാരക്ടർ പോസ്റ്റർ, ട്രെയിലർ എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേജ് എന്ന തെറ്റായ ധാരണകൾ പരത്തുകയും പടത്തിന്റെ പ്രധാന അഭിനേതാവും സംവിധായകനും കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ല എന്ന് പരാമർശിക്കുകയുമുണ്ടായി. എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ടു മുൻപേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ എന്റെ ഇന്റർവ്യൂ മാത്രമാണ്. അതിനുശേഷം ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും അപ്ഡേറ്റ് എനിക്ക് വന്നിട്ടില്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എന്റെ അമ്മ, മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീ ദീപു പറയുന്നത്. എന്ന് റിലീസാണെന്ന് ഇന്നുപോലും എനിക്കറിയാത്ത ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനെ ചൊല്ലി അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രൊമോഷനും ഇന്റർവ്യൂവും കൊടുക്കാതെ ഈ അവസരത്തിൽ എന്റെ കരിയറിനെ മോശമായി ബാധിക്കണം എന്ന ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചിത്രത്തിൽ അഭിനയിച്ച മറ്റാരുടെയും പേര് പറയാതെ താരമേന പുതുമുഖവും പെൺകുട്ടിയുമായ എന്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാവാം. ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ ഞാനിവിടെ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതി കത്ത് ഇതിനകം നൽകിയിട്ടുണ്ട്. ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് തീരുമാനമെന്നും അനശ്വര അറിയിക്കുന്നു.